കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ ബിഷപ്പ് ഫാദർ ജോസ് പുളിക്കലിന്റെ അറിവിലേക്ക് ഒരു വിശ്വാസിയുടെ കത്താണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ദീപാലങ്കാരങ്ങളും മറ്റു കൂദാശ ചെയ്യപ്പെട്ട പള്ളിയുടെ പവിത്രതയ്ക്ക് യോജിച്ചതായിരിക്കണമെന്ന് കഴിഞ്ഞ ദിവസം കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ ഫാദർ ജോസ് പുളിക്കലിന്റെ സർക്കുലർ വായിച്ചു. അപ്പോൾ ഒരു ചോദ്യം വിശ്വാസികൾക്ക് അങ്ങോട്ടുമുണ്ട്. കൂദാശ ചെയ്യപ്പെട്ട പള്ളിയിൽ എങ്ങനെ ശവമടക്കും? മെത്രാന്മാരുടെ ശവമടക്കാൻ 5 ശവക്കല്ലറയാണ് കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ പള്ളിയുടെ പരിശുദ്ധമായ മദ്ബഹായിൽ പണിതിട്ടിരിക്കുന്നത്. ക്രിസ്തുവിന് പോലും സ്വന്തമായിട്ട് ഒരു കല്ലറ ഇല്ലായിരുന്നു. മറ്റൊരാളുടെ കല്ലറയിലാണ് അടക്കം ചെയ്തത്. രാജാവാണെങ്കിലും വൃദ്ധനാണെങ്കിലും മരിച്ചാൽ അത് ശവമാണല്ലോ. ആ ശവം അടക്കാനല്ലേ നമ്മൾ ശവക്കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ദൈവത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരായിരിക്കുന്നത് പോലെ എന്തുകൊണ്ട് മരണശേഷം ശവക്കോട്ടയിൽ അടക്കാതെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് കൂദാശ ചെയ്യപ്പെട്ട പള്ളിയിൽ അടക്കുന്നത്? അങ്ങനെ ചെയ്യുന്നത് അങ്ങേയറ്റം അപലപനീയം തന്നെയല്ലേ? വിശ്വാസികളുടെ ശവക്കല്ലറയിൽ പട്ടി മുള്ളിയാലും കാക്ക തൂറിയാലും ആർക്കും പരിഭവമില്ല. കുറഞ്ഞപക്ഷം ഒരു രൂപത അധ്യക്ഷൻ എന്നുള്ള നിലയിൽ, ഒരു ആത്മീയ നേതാവ് എന്നുള്ള നിലയിൽ താൻ മരിച്ചു കഴിഞ്ഞാൽ തന്റെ മൃതശരീരം പള്ളിയിൽ അടക്കേണ്ടതിന് പകരം ശവക്കോട്ടയിൽ അടക്കിയാൽ മതി എന്ന് പറയാനുള്ള ആർജവം കാണിക്കാമോ? ആരോ ചിലരുടെ കുരുട്ടുബുദ്ധിയിൽ പവിത്രതയും പരിപാലനവും കൂദാശ ചെയ്തതുമായ കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ പള്ളിയെ ശവക്കോട്ട ആക്കി മാറ്റിയ തലതിരിഞ്ഞ ഈ ശവസംസ്കാര രീതി മാറ്റാൻ കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഫാദർ ജോസ് പുളിക്കലിന് പറ്റുമോ? അരമനയിലെ ഓരോ രൂപയും വിശ്വാസികളുടെ വിയർപ്പിന്റെ വിലയാണ് എന്ന് ഓരോ മെത്രാനും വൈദികരും നടത്തിപ്പുകാരും മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. മാറി മാറി രാഷ്ട്രീയക്കാർക്ക് സദ്യ വിളമ്പാനുള്ളതല്ല അരമനകൾ. അവിടെയും ചില വാക്കപ്പെടുന്നത് പാവപ്പെട്ട വിശ്വാസിയുടെ സ്ത്രോത്ര കാഴ്ചയാണ് എന്ന് ഓർക്കേണ്ടത് തന്നെയാണ്. പള്ളിയുടെ പ്രദക്ഷിണങ്ങൾ പൊതുജനത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിൽ പള്ളി കോമ്പൗണ്ടിനുള്ളിൽ ആക്കാൻ ശ്രമിക്കുക. തിയോളജി പഠിച്ചാൽ മാത്രം പോരാ, ഒരു തച്ചന്റെ മകനായി തച്ചന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന യേശു ക്രിസ്തുവിന്റെ മാതൃക സ്വീകരിച്ചെങ്കിലും വൈദികനാകാൻ പോകുന്ന വിദ്യാർത്ഥികളെ ഒരു വർഷമെങ്കിലും കൂലിപ്പണിക്ക് വിട്ട് ശരീരം വിയർക്കുന്ന അവസ്ഥയിൽ എത്തിക്കണം. എങ്കിലേ വിയർപ്പിന്റെ വില അവർക്ക് മനസ്സിലാവുകയുള്ളൂ. കാരണം ഇപ്പോൾ വിശ്വാസിയുടെ വിയർപ്പിന്റെ മണം പലർക്കും ബുദ്ധിമുട്ടായി തുടങ്ങിയിരിക്കുകയാണ്. ആത്മീയത എന്ന് പറയുന്നത് സെലക്റ്റീവ് ആയിരിക്കില്ലേ? വൈദികരെ ചിരിക്കാൻ പഠിപ്പിക്കണം. ഇടവകയിലെ വിശ്വാസികളുടെ വേദന ചോദിച്ചറിഞ്ഞ് അത് പരിഹരിക്കാൻ ശ്രമിക്കണം. വിശ്വാസികൾക്ക് ഇനിയും ഉണ്ട് പറയാൻ. അവർ അത് പറയുക തന്നെ ചെയ്യും.